നമുക്ക് പുഷ്പേച്ചിൻ്റെ ചെടിത്തോട്ടം പരിചയപ്പെടാം. ആ പുഷ്പേച്ചി വാ. ചെടിത്തോട്ടം എന്ന് പറയാൻ അത്ര വലിയ ചെടിത്തോട്ടമൊന്നുമല്ല കേട്ടോ. ഇതാ ഈ ചെടിയുടെ പേരെന്താന്ന് അറിയുന്ന ഒരു കമൻറ്റ് ചെയ്യണേ. പൂവ് എന്തായാലും നല്ല ഭംഗിയുണ്ട്. ഇനി അടുത്തത് ഇത് ചെടിയല്ല കേട്ടോ, പുതിന ഇലയാണ്. അപ്പോൾ കഴിഞ്ഞ വിഷുവിനായിട്ടും ബിരിയാണി വെക്കാൻ കൊണ്ടുവന്ന പുതിന ഒരു കഷ്ണം ഇവിടെ കുഴിച്ചിട്ടാണ് ചട്ടിയിൽ. ഇപ്പോൾ ഒരുപാട് ചെടിയാവുകൊണ്ട് ഈ വിഷുവിന് പുതിന ഇല വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് മറ്റൊരു ചെടിയാണ്, ഇതിൻ്റെ പേരറിയില്ല. ഇതിൻ്റെ ഇടയിലുള്ള ചെടിയാണ്ട, ഇത് തൂക്കിയിടുന്നൊരു തരം ചെടിയാണ്. അപ്പോൾ പുഷ്പേച്ചി ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് പൈപ്പെല്ലാം എടുത്തിട്ട് വരുന്നതാണ്. ഈ ചെടിയുടെ പേരെന്ന് പറഞ്ഞു ഇത് മറ്റേ ആന്തോറി. ഇതോ ഇതൊന്നും പേരറിയാത്ത ചെടികളാണ്. അറിയുന്നവരെല്ലാം കമൻറ്റ് ഇട്ടോട്ടെ. ഇതെന്താന്ന് ഓർക്കിഡല്ലേ? ഇത് ഓർക്കിഡ് കേട്ടോ. കുറേ പൂവുണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാം നശിച്ചിട്ട് പോലെ. നമ്മൾ ആന്തോരത്തിന് ഇട്ട് പൂവുണ്ട്. ചെറിയൊരു റോസ് ഉണ്ട്. ഇത് വെള്ള റോസാപ്പൂവാണ്. ഇത് മണി പ്ലാന്റിൻ്റെ വേറൊരു മോഡലല്ലേ? മണി പ്ലാന്റിൻ്റെ ചട്ടിയിലടങ്ങി കണ്ടോ. ഇത് നല്ല രസമുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ പേരറിയാം പുഷ്പേച്ചി? നല്ല രസമില്ല ചെടി. എന്താട്ടെ ബച്ചുവിൻ്റെ വകിട്ട പേരാ. ഇങ്ങനെ കുറേ ചെടിയുണ്ട് ചട്ടിയിൽ വളർത്തുന്നത്. വീടുകളിലെ കറിവേപ്പില മുളച്ചിട്ടുണ്ട്. ഇത് തൂക്കിയിടുന്ന ചെടിയുടെ പേരെന്താണെന്ന് അറിയില്ല അല്ലേ? ഇത് മഴക്കാലത്തെല്ലാം നല്ലോണം ഉണ്ടാവും കേട്ടോ. പുറത്ത് തൂക്കിയിട്ട് കഴിഞ്ഞാൽ മഴവെള്ളം കൊണ്ടിട്ട് നല്ലോണം വളരും. അതിൻ്റെ വേറൊരു ഐറ്റം കേട്ടോ ഇത്. ഇത് നമ്മളെ കോസ്മിസ് കാട് പോലെ വളരും കേട്ടോ. ഈ ചെടിയുടെ പേരെന്താന്ന്? ഇത് നമ്മളെ സർപ്പപ്പോളാന്ന് പറഞ്ഞ ചെടിയാണ്. ഇത് മുറിയിലെല്ലാം വളർത്താൻ പറ്റിയ ചെടിയാണെന്ന് പറയുന്നൊക്കെ. രാത്രി സമയത്ത് ഓക്സിജൻ പുറത്ത് വിടുന്ന ചെടിയാണെന്ന് പറയുന്നൊക്കെ. ശുദ്ധവായു കിട്ടുന്നു. ഇതിൻ്റെ ഇല ഭയങ്കര വിഷമാണെന്നൊന്നും പറയുന്നു കേട്ടിന്. ഇതിൻ്റെ ഓറഞ്ച് പൂ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒന്നുമില്ല. പിന്നെ ഇതൊരു ചെക്കി, റോസ് ചെക്കി. പിന്നെ ഇതാണ് നമ്മുടെ നിത്യ കല്യാണി എന്നെല്ലാം പറയും. ശവന്നാറി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ പൂവിൻ്റെ ഒരു പ്രത്യേക സ്മെല്ല് കൊണ്ട് പറഞ്ഞു ഞാൻ തോന്നുന്നു. പക്ഷെ നിത്യ കല്യാണി എന്നാണ് നമ്മളൊക്കെ പറയാറ്. എന്താ ഇതിൻ്റെ ഒരുപാട് കളറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ 2 കളർ മാത്രമേ ഇവിടെ ഉള്ളൂ. ജമന്തി, പിന്നെ നമ്മളെ ശംഖുപുഷ്പം. ഇതാ അപ്പോൾ വെക്കേഷൻ ആവാറാകുമ്പോഴത്തേക്കും 3 ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 ഊഞ്ഞാലിലും ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരും കളിയുടെ തിരക്കിലാണ്. ഇതിപ്പോൾ 2 മാസം ഇവരുടെ കളി തന്നെ വയ്ക്കും. അപ്പോൾ ഊഞ്ഞാൽ കെട്ടിയോണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. അതിൽ കിടന്ന് ആടിക്കോളും. പിന്നെന്താ പറയുക, അപ്പോൾ നമ്മൾ അച്ചൂട്ടിനെല്ലാം ഭയങ്കര ഊഞ്ഞാലാട്ടോ.
ഇല്ലേ?